ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട വലിയ വാർത്ത, BJPയെ പ്രതിരോധത്തിലാക്കി PC ജോർജ് നടത്തിയ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ LDF ഒരുങ്ങുന്നു. 40 ലക്ഷം ചെലവഴിക്കേണ്ട സ്ഥാനത്ത് 4.5 കോടി രൂപ ചെലവഴിച്ചുവെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് നീക്കം. നടന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്നും CPM നേതാവ് BN വാസവൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് മന്ത്രി K മുരളീധരനും പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ആ വസ്തുത വെളിയിൽ വന്നപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള തുക 40 ലക്ഷം രൂപയാണ്. അപ്പോൾ 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് BJP കൊടുത്തു എന്നുള്ളതും അപ്പോൾ അതവിടെ ചെലവഴിക്കാതെ മറ്റു രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ള വാർത്ത വെളി വരുമ്പോൾ ഇലക്ഷന് വേണ്ടി ഇത്തരം പണം BJP വിവിധ സ്ഥലങ്ങളിൽ കൊടുത്ത നീക്കം കേരളത്തിൽ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരു വലിയ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഈ തരത്തിൽ ഡംപ് ചെയ്തിരുന്നു എന്ന കാര്യം വെളിയിൽ വരികയാണ്. മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ വസ്തുതാപരമായിരുന്നു എന്നുള്ള ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞ സംഭവങ്ങളാണ് ഏറ്റവും അവസാനം PC ജോർജിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ആ വസ്തുത ശരിയാണെങ്കിൽ നിശ്ചയമായും ചട്ടത്തിൻ്റെ ലംഘനമാണ്. ജനാധിപത്യം പണാധിപത്യമായി മാറ്റിക്കൊണ്ട് BJP നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്, 4 കോടി രൂപ ഇറക്കി ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. ഇലക്ഷൻ കമ്മീഷൻ വരെ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് 4 ലക്ഷത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിയെ വെളിപ്പെടുത്തൽ. അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുക്കട്ടെ. ഏതായാലും സ്ഥാനാർത്ഥി സത്യം പറഞ്ഞല്ലോ, അപ്പം അതുകൊണ്ട് ഇനി ആക്ഷൻ എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അതേസമയം പൂഞ്ഞാറിൽ എത്ര രൂപ ചെലവഴിച്ചുവെന്ന് പറയാനാവില്ലെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണക്ക് കൃത്യമായി ബോധിപ്പിച്ചതാണെന്നും ഫണ്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുര്യക്കാട്ട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇലക്ഷന്റെ പൈസ ചെലവാക്കിയതിന്റെ ഓരോ 100 രൂപയുടെ പോലും കണക്ക് കൃത്യമായി നമ്മൾ കൊടുത്തതാണ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. ഏത് സഭയിലാണെന്ന് അറിയത്തില്ല, ഞാനുള്ള സഭയിലല്ലായിരുന്നു അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചില്ല. ഞാനത് ക്ലാരിഫിക്കേഷൻ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിന് കണക്കുകൾ ബോധിപ്പിച്ചതാണ്. നമ്മൾ ഒരു ബൂത്തിൽ 31,000 തന്നെ ആയിരുന്നോ? 30,000 38,000 ഒന്നും നമ്മുടെ എനിക്കറിഞ്ഞുകൂടാ. സാർ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് അറിയുന്നതുകൂടാ. നമ്മൾ എത്ര എന്നിട്ട് ചെലവഴിച്ചേ? അങ്ങനെ ഉള്ള ഒരു വിശദീകരണം നമുക്ക് പാർട്ടി തലത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ബോധിപ്പിക്കാനും പറ്റില്ല. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, നമ്മളുടെ വാർത്തയിൽ തന്നെ വേണമെങ്കിൽ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJPയുടെ വിശദീകരണം ചോദിക്കാമായിരുന്നു, കേസ് പോലും എടുക്കാമായിരുന്നു. കാരണം പ്രതി തന്നെയാണ് വന്ന് പറയുന്നത് 40 ലക്ഷം മാത്രം ചെലവഴിക്കേണ്ടിടത്ത് 4.5 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മലക്കം പറയുന്നുണ്ട്, അത് പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ്. അപ്പോൾ കോൺഗ്രസും CPM-ഉം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണോ കാണുന്നത്? ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമോ ഇരുവരും? അരുൺകുമാർ, കോൺഗ്രസും LDF-ഉം ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. അതാണ് VN വാസവൻ ഇന്ന് വ്യക്തമാക്കിയതും. പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ആയിരിക്കും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നേരിട്ടുള്ള നടപടി കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ അവധി ആയതുകൊണ്ടാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകാത്തത്. ഇന്ന് പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടി എടുക്കും എന്നാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് രാഷ്ട്രീയമായി ഉയർത്തുന്ന 2 വിഷയമാണ്. ഒന്നാമത് BJP വലിയ തോതിൽ ഫണ്ട് ഇറക്കുന്നു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ UDF-ഉം LDF-ഉം ഉന്നയിച്ചതാണ്. അത് സ്ഥാനാർത്ഥി തന്നെ ശരിവെക്കുമ്പോൾ 40 ലക്ഷം രൂപ ചെലവഴിക്കേണ്ട സ്ഥലത്ത് 4.5 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നിയമ നടപടികളിലേക്ക് പോകേണ്ടതാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം തീരുമാനത്തിലേക്ക് UDF-ഉം LDF-ഉം പോകുന്നത്. മറ്റൊന്ന്, PC ജോർജ് ആരോപണം ഉന്നയിച്ച സജി കുര്യക്കാട്ടുമായി സംസാരിക്കുമ്പോൾ PC ജോർജ് അടക്കമുള്ള എല്ലാവർക്കും മുഴുവൻ കണക്കും കൊടുത്തതാണ്. അന്ന് ചില സംശയങ്ങൾ PC ജോർജ് ചോദിച്ചിരുന്നു, അതും പറഞ്ഞതാണ്. എന്നിട്ടെന്തിന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഒപ്പം പൂഞ്ഞാർ മണ്ഡലത്തിൽ എത്ര കോടി ചിലവഴിച്ചു എന്ന് പുറത്തു പറയാനാവില്ല എന്നും പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ കൂടിയായ സജി പറയുന്നുണ്ട്. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റഹീസ് റഷീദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. 40 ലക്ഷം മാത്രം ചെലവഴിക്കേണ്ടിടത്ത് 4.5 കോടി രൂപ ചെലവഴിക്കാൻ കൊണ്ടുവന്നുവെന്ന് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ സ്വമേധയാ